അങ്കിള് ധൈര്യമായിട്ട് മാളവിക കോളേജിലേക്ക് വിട്. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ. ഏതായാലും അവളുടെ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് മാറട്ടെ, അവളൊന്ന് നോർമൽ ആവട്ടെ, എന്നിട്ട് ഞാൻ വേണ്ടത് ചെയ്യാം. ഓക്കെ അങ്കിൾ, എല്ലാം ശരിയാവുന്നേ. അങ്കിള് വിഷമിക്കണ്ട. താങ്ക് യു വരുൺ. എന്നാൽ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ശരി. ആ അങ്കിൾ ഒരു മിനിറ്റ്. ആ എന്തായിരുന്നു? ആക്ച്വലി ഞാൻ വന്നത് അങ്കിളിനോട് വേറൊരു കാര്യം സംസാരിക്കാനാ. പക്ഷേ ഈ സമയത്ത് അതേക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാര്യം എന്താണേലും ആരും പറഞ്ഞോളൂ. എന്റെയും മാളവികയുടെയും കാര്യം തന്നെയാണ് അങ്കിൾ. മാളവിക അവസാന നിമിഷം ഈ പ്രപ്പോസലിൽ നിന്ന് ഒഴിഞ്ഞു മാറുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് മാത്രമല്ല, ചേച്ചിക്കും കിഷോറേട്ടനും പോലും അതൊരു ഷോക്കായി പോയി. എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും ഇതുപോലൊരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റില്ലല്ലോ. അഥവാ ഞങ്ങളതിന് ശ്രമിച്ചാൽ തന്നെ ഭാവിയിൽ മാളുവിൻ്റെ അരുണിൻ്റെ ജീവിതത്തെ അത് സാരമായി ബാധിക്കുകയും ചെയ്യും. അന്നേരം നിരാശപ്പെടേണ്ടി വരും. അതിനേക്കാൾ നല്ലത് നമ്മളിത് ഡ്രോപ്പ് ചെയ്യുന്നത് തന്നെയാണ്. അങ്കിൾ, മാളവിക സ്വമനസ്സോടെയല്ല ഈ പ്രപ്പോസലിൽ നിന്ന് പിന്മാറിയെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപൂർവയുടെ നിർബന്ധത്തിനും ഭീഷണിക്കും വഴങ്ങിയ മാളവിക അതിന് തയ്യാറായത്. ആ കുട്ടിയുമായിട്ടുള്ള സൗഹൃദത്തിൽ നിന്ന് മാളവികയെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കിതേപ്പറ്റി വീണ്ടും ആലോചിച്ചുകൂടാ? അല്ല, അതിപ്പോ ഇന്നോ നാളെയോ ഒരു തീരുമാനം എടുക്കണമെന്നല്ല അങ്കിൾ ഞാൻ പറഞ്ഞു വരുന്നത്. മാളവിക ഇതിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് മതി. അങ്ങനെ ഒരു സാഹചര്യത്തില് മാളവിക ഈ പ്രപ്പോസലിന് വീണ്ടും സമ്മതിക്കുമെന്ന് തന്നെ എന്റെ വിശ്വാസം. ഇനിയൊരു റീതിങ്കിങ്ങിന് അപർണയും കിഷോറും തയ്യാറാകുമോ? കിഷോർ എന്ന് അത്രയ്ക്ക് ഇൻസൾട്ട് ആയതുപോലെയാ എന്നോട് സംസാരിച്ചത്. എന്റെ ചേച്ചിയുടെ അളിയന്റെ കാര്യമല്ലേ, അത് എനിക്ക് വിട്ടേക്കങ്ങൾ. അവരെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. അങ്കിളിന്റെ മാളുവിന്റെ സമ്മതമാണ് എനിക്കറിയേണ്ടത്. തുറന്നു പറയട്ടെ അങ്കിൾ, മാളവികയോടുള്ള ഇഷ്ടം മാത്രമല്ല ഈ ബന്ധത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അങ്കിളിനെയും ആന്റിയെയും മുത്തശ്ശിയൊക്കെ പരിചയപ്പെട്ടപ്പോൾ ഇങ്ങനൊരു ഫാമിലി ആയിട്ടാണല്ലോ തുടർന്നുള്ള എൻ്റെ ലൈഫെന്ന് ഓർത്ത് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. നിങ്ങളൊക്കെ എൻ്റെ ആരൊക്കെയാണെന്നുള്ള തോന്നല ഇപ്പം എൻ്റെ മനസ്സിൽ. അതുകൊണ്ടാ ഒരു മറയില്ലാതെ ഞാനിതൊക്കെ അങ്കിളിനോട് ഇപ്പം തുറന്ന് സംസാരിക്കുന്നത്. തന്നെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല. മാളു ഒന്ന് ഓക്കെ ആയിക്കോട്ടെ, എന്നിട്ട് ഞാൻ അവളോട് സംസാരിക്കാം. എന്താ? മതിയെങ്കിൽ ഒരു ധൃതിയില്ല. എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാ. മറുപടി അനുകൂലമായിരിക്കണമെന്ന് മാത്രമാണ് എൻ്റെ പ്രതീക്ഷ. അതങ്ങനെ ആവുമെങ്കിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്നത്. നല്ലതിനു വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം. ഷുവർ. എന്നാ പിന്നെ അങ്കിളുടെ ജോലി നടക്കട്ടെ, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ശരി അരുൺ, കാണാം. ഓക്കെ. മോനെ പകര, നിന്റെ അഭിനയത്തിൽ ഭാവി അമ്മായച്ചൻ കാല് തന്നെ വീണു എന്നുള്ളത് നേരാണോ? ഞങ്ങൾക്ക് ഇതെങ്കിലും ഒന്ന് വിശ്വസിക്കാവോ? അതെന്താ സാമേ, നിനക്ക് ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലേ? അല്ല, ഇതിനു മുമ്പും അവളെയും അവളുടെ വീട്ടുകാരെ കുറിച്ചും നീ ഞങ്ങളോട് കുറെ തള്ളി മറിച്ചിട്ടുള്ളതാ. എന്നിട്ട് ഒടുക്കം തൂണും ചാരി നിന്നവൻ പെണ്ണിനെ കൊണ്ടുപോയെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ അപ്പുക്കുട്ടനാ സ്കോർ ചെയ്തത്. ഇതും അതുപോലെ ആകുമെന്ന് ഒരു സംശയത്തിൽ ചോദിച്ചതാ. മോളെ സുമി, ഒരു അപ്പുക്കുട്ടനും ഒരു പെണ്ണിനെ റാഞ്ചി എടുക്കില്ല. അതിനുള്ള അവസാന വഴിയും നല്ലതുപോലെ ബ്ലോക്ക് ചെയ്തിട്ടാ ഈ അരുൺ ഭാസ്കർ വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഇത്തവണ ഇവൻ തന്നെ വിജയിക്കും സുമി. കാരണം ഇന്നവൻ അവളുടെ തന്തപ്പടിക്ക് മുന്നിൽ പെർഫോം ചെയ്ത നാടകത്തിന്റെ ഫുൾ സ്ക്രിപ്റ്റും എന്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞതാണ്. സാധാരണഗതിയിൽ എന്റെ സ്ക്രിപ്റ്റ് അങ്ങനെ പാളാറില്ല. ഏത് കണ്ണുപൊട്ടാൻ അഭിനയിച്ചാലും അത് സക്സസ് ആയിരിക്കും. എടാ സാംകുട്ടി, ഐഡിയ നിന്റേതാണെന്ന് സമ്മതിച്ചു തരാം. പക്ഷെ നിന്റെ സ്ക്രിപ്റ്റിലെ പൈങ്കിള് ഡയലോഗ്സ് അല്ല
ഞാൻ അയാൾക്ക് മുമ്പിൽ കാഴ്ചവെച്ചത്. അതൊക്കെ മേലെയായിരുന്നു എന്റെ പ്രകടനം. അതിൽ അയാൾ ശരിക്കും വീണിട്ടുമുണ്ട്, അത് ഉറപ്പാ. ഓ, അപ്പൊ ആ പ്രതീക്ഷയും പോയി. അല്ല അരുണേ, എനിക്കൊരു സംശയം. എന്താ നിന്റെ ശരിക്കുള്ള ഉദ്ദേശം? ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നീ മാളവികയെ തിരിച്ചു പിടിക്കാൻ നോക്കുന്നത് ശരിക്കും അവളോടുള്ള ഇഷ്ടം കൊണ്ടാണോ, അതോ നിന്നെ തേച്ചിട്ട് പോയതിന് പകരം ചോദിക്കാനാണോ? അത് നേരാ, ആ സംശയം എനിക്കുണ്ട്. എന്താ, നിനക്കെപ്പോഴും അവളോട് സീരിയസ് ആയിട്ടുള്ള പ്രണയമാണോ? സീരിയസ് ആയിരുന്നു ഞാൻ, പക്ഷെ ഇപ്പൊ തീരെയില്ല. എന്നുവെച്ച് അവള് സിൻസിയറായിട്ട് തിരികെ വരികയാണെങ്കിൽ സീരിയസ് ആവുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഓ, ഇവന്റെ കാര്യം. നീ ഇങ്ങനെ രണ്ട് വെള്ളത്തിൽ കാല് ചോട്ടി നിൽക്കാതെ ഏതെങ്കിലും ഒന്നിൽ ഉറപ്പിക്കും മോനെ പാക്കരാ. ഡാ ചെറുക്ക, നീ വീണ്ടും സീരിയസ് ആവാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങളുടെ സപ്പോർട്ട് നീ പ്രതീക്ഷിക്കണ്ട. മാളവിക വീണ്ടും നിന്നെ തേച്ചിട്ട് പോകുന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാ. അത് ശരിയാരുൺ, അവൾക്ക് ഇപ്പോഴും കൂറ് നമ്മുടെ അപ്പുക്കുട്ടനോട് തന്നെയാ. അല്ലെങ്കിൽ രണ്ടുപേരും ഇപ്പോഴും കോളേജിൽ വരാതിരിക്കേണ്ട കാര്യമുണ്ടോ? എന്തോ ചുറ്റിക്കളി അവര് രഹസ്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ചുറ്റിക്കളിയും പ്ലാനിങ് ഒന്നും ഇനി നടക്കാൻ പോകുന്നില്ല. ഇനി രണ്ടുപേർക്കും തമ്മിലൊന്ന് കാണാനുള്ള അവസരം പോലും മാളവികയുടെ വീട്ടുകാരെ അനുവദിച്ച് കൊടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അപൂർവെന്നോ അവളുടെ വീട്ടുകാരെന്നോ പറഞ്ഞ ആ മനുഷ്യനിപ്പോ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അതിൽ അയാളെ കുറ്റം പറയാൻ പറ്റില്ല അരുൺ. സ്വന്തം മോൾ ഇത്രയും നാള് കൂട്ടുകൂടി നടന്നത് ആണവ നടക്കുന്ന ഒരുത്തന്റെ കൂടെയാണെന്ന് അറിഞ്ഞ ആർക്കായാലും സഹിക്കാൻ പറ്റില്ല. യെസ്, അത് തന്നെയാണ് അപൂർവയുടെയും മാളവികയുടെയും കുടുംബങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ. എത്രമാത്രം സൗഹൃദം അവർ തമ്മിൽ ഉണ്ടായിരുന്നോ അതിന്റെ 100 ഇരട്ടി ശത്രുതയില രണ്ടു കൂട്ടരും ഇപ്പോ. ആ ശത്രുതയാ ഞാൻ ഭംഗിയായിട്ട് മുതലെടുക്കാൻ പോകുന്നത്. എന്താ നിന്റെ പ്ലാൻ? അത് കേട്ടിട്ട് വർക്കൗട്ട് ആവോ ഇല്ലേന്ന് പറയാം. മാളവികയുടെ പാരന്റ്സിന്റെ ഗുഡ് ബുക്കിൽ സ്ഥാനം ഉറപ്പിച്ച സ്ഥിതിക്ക് അവളുടെ വീട്ടിൽ എപ്പോ വേണമെങ്കിലും എനിക്ക് ചെല്ലാം. അവളുടെ സമ്മതം ഇല്ലെങ്കിൽ പോലും എനിക്ക് ഇടപെടാം, അഭിപ്രായം പറയാം. ആ വഴിയിൽ മുന്നോട്ട് പോകാനാ എന്റെ ശ്രമം. പക്ഷെ അതുകൊണ്ട് എന്താ പ്രയോജനം? നീ ഇപ്പോഴും അവളുടെ ബ്ലാക്ക് ലിസ്റ്റിലല്ലേ. അപ്പൊ പിന്നെ പാരന്റ്സിനെ വശത്താക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അതാണ് മോനെ ബുദ്ധി. പാരന്റ്സിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ അവളുടെ ബ്ലാക്ക് ലിസ്റ്റ് ഒന്നും ഒരു വിഷയമല്ല. അപ്പുക്കുട്ടൻ എന്ന അപൂർവ പടിക്ക് പുറത്ത് നിൽക്കുന്നിടത്തോളം കാലം മാളവിക മുരളീധരന് ഈ അരുൺ ഭാസ്കറിനെ അക്സെപ്റ്റ് ചെയ്യാതെ വേറെ നിവൃത്തിയില്ല മോനെ. ഒന്ന് മെരുക്കി കിട്ടിയാ പിന്നെ വല പൊട്ടിച്ച് പുറത്തു പോകാത്ത രീതിയിൽ ഉരുക്കിയിടാൻ എനിക്കറിയാം. മനസ്സിലായി മോനെ. അപ്പോ രണ്ടും കൽപ്പിച്ചുള്ള പുറപ്പാടാണല്ലേ? അതെ മക്കളെ, ഈ മത്സരത്തിൽ എനിക്ക് ജയിക്കണം. നിശ്ചയം വരെ ഉറപ്പിച്ചിട്ട് എന്നെ വേണ്ടെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞവളെ അങ്ങനെ അങ്ങ് മിടിക്കാവാൻ സമ്മതിക്കരുതല്ലോ. അവളെയും പിന്നിലിരുത്തി ആ അപ്പുക്കുട്ടന്റെ മുന്നിലൂടെ എനിക്കൊന്ന് പറക്കണം. നീ പൊളിക്കും വച്ചു, ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. അപ്പൊ നാടകത്തിന്റെ ആദ്യ രംഗം വിജയകരമായി കൊഴുപ്പിച്ച സ്ഥിതിക്ക് ഇന്ന് നിന്റെ വക പാർട്ടിയാണ് മോനെ. ഓക്കെ, പ്ലാൻ പറഞ്ഞോ. പ്ലാൻ ഞാൻ പറയാം. നമുക്കൊന്ന് ചില്ലാകാം. ചില്ലാകാൻ ചിൽഡ് ബിയർ ബെസ്റ്റാണ് മോനെ. കമോൺ. സൂക്ഷിച്ചു. അമ്മയ്ക്ക് എന്താ എന്നോട് പറയാനുള്ളത്? അതെന്തായാലും ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. ഒക്കെ എൻ്റെ തോന്നലാണ്. അതൊക്കെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് പെണ്ണായി തന്നെ ജീവിക്കണമെന്ന് പറയാനാണെങ്കിൽ നമുക്ക് ഈ സംസാരം ഇവിടം കൊണ്ട് നിർത്താം. എൻ്റെ മനസ്സെന്താണെന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞതാ. ആ നിലപാടിൽ നിന്ന് ഇനിയൊരു തിരിച്ചുപോക്ക് എനിക്ക് സാധ്യമല്ല. അച്ഛൻ എത്ര നാൾ വേണമെങ്കിലും എന്നെ പൂട്ടിയിട്ടോട്ടെ, അല്ലെങ്കിൽ കൊന്നോട്ടെ. എന്നാലും എൻ്റെ ഈ നിലപാടിൽ നിന്നും ഞാൻ പിന്നോട്ടില്ല. അച്ഛന് മാത്രമല്ല പൂ, നിന്റെ ഈ നിലപാട് എനിക്കും ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി എത്ര ശ്രമിച്ചാലും അതിന് സാധിക്കുമെന്നും തോന്നുന്നില്ല. എന്നുവെച്ചാൽ അമ്മ എന്താ ഈ ഉദ്ദേശിക്കുന്നത്? ഇനിയും എന്നെ എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കില്ലെന്നാണ്? അതോ ഇനിയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കാത്തൊരു വേഷം കണ്ടിന്യൂ ചെയ്യണമെന്നാണോ? സോറി അമ്മേ, ഇത്രയൊക്കെ മനസ്സിലായിട്ടും അമ്മയിൽ നിന്ന് ഇങ്ങനൊരു മറുപടിയല്ല ഞാൻ പ്രതീക്ഷിച്ചത്. എന്നെ മനസ്സിലാക്കി ഒപ്പം നിൽക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എനിക്ക് തെറ്റി.
അപ്പോ നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുമായി വഴക്കിട്ട് രാവിലെ ആ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി വന്നത്. നിന്റെ ഒപ്പം നിൽക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെയാ ഇപ്പോഴും നമ്മൾ ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെയും വേദനിപ്പിക്കാത്ത, ആർക്കും നാണക്കേടുണ്ടാക്കാത്ത, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ. അതിനെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു സൊല്യൂഷനുള്ള സാധ്യത തീരെ കുറവാ അമ്മ. ഒന്നുകിൽ എന്റെ മനസ്സിനെ അംഗീകരിച്ച് നമുക്ക് 3 പേർക്കും ആ വീട്ടിൽ കഴിയാം. അതിന് അച്ഛനും അമ്മയ്ക്കും സാധിക്കുന്നില്ല എങ്കിൽ പിന്നൊരു വഴിയേ ഉള്ളൂ. എന്നെ എന്റെ ഇഷ്ടത്തിന് വിട്ടേക്കാം. അച്ഛൻ പറഞ്ഞ പോലെ ഇങ്ങനൊരു മകളില്ലെന്ന് കരുതിയേക്കാം. അപ്പോ അതിന് ഞങ്ങൾക്ക് കഴിയും തോന്നുന്നുണ്ടോ നിനക്ക്? അതിനു വേണ്ടിയല്ലല്ലോ നിന്നെ ഇത്രയും നാളും ഞങ്ങൾ വളർത്തിയതും സംരക്ഷിച്ചതും ഒക്കെ. നോക്കപ്പൂ, നീ നിന്റെ മനസ്സിനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതിനിടയിൽ നീ സൗകര്യപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്ന 2 പേരുടെ മനസ്സും ജീവിതവും കൂടിയുണ്ട്. നിന്റെ ഈ തീരുമാനം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന അപമാനവും വേദനയും എത്ര വലുതായിരിക്കുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? വിജയ് പണിക്കരുടെയും ഗീതാലക്ഷ്മിയുടെയും മകൾ ഇനി മുതൽ ഒരു ആൺകുട്ടിയായിട്ട് ജീവിക്കാൻ പോവുകയാണെന്ന് ലോകം അറിഞ്ഞാൽ? ലോകം അറിഞ്ഞ എന്താ കുഴപ്പം? അതുകൊണ്ട് എന്ത് നാണക്കേടും മാനക്കേടും നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നേ? അമ്മേ, ഇത് പഴയ കാലമൊന്നുമല്ല. ഒരു വ്യക്തിക്ക് അയാൾ ആഗ്രഹിക്കുന്ന ജീവിതം എല്ലാ സ്വാതന്ത്ര്യത്തോടെയും ജീവിച്ചു തീർക്കാനുള്ള അവകാശം നിയമപരമായി നിലനിൽക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. സമൂഹത്തെ പേടിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനും ചിന്തകൾക്കും അനുസരിച്ച് മാത്രമേ നമ്മളും ജീവിക്കാമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണെന്ന്? ഇന്നലെ വരെ എങ്ങനെ ജീവിച്ചോ അതുപോലെ ഇനി തുടർന്ന് അങ്ങോട്ടും ജീവിക്കാവോന്ന് ആർക്കാണ്, എന്തിനാണ് ഈ നിർബന്ധം? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ശരിയാണ്, കാലം പുതിയതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന വ്യവസ്ഥകളെ ഒറ്റയടിക്ക് നമുക്ക് തള്ളിപ്പറയാൻ സാധിക്കില്ല. സൊസൈറ്റി കുടുംബജീവിതത്തിനും വ്യക്തി ജീവിതത്തിനും കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ചില അളവുകോലുകളുണ്ട്. അതിന്റെ മെഷർമെന്റ് തെറ്റിപ്പോയാൽ പിന്നെ നമ്മൾ സമൂഹം എന്ന സർക്കിളിന് പുറത്താണ്. അമ്മ ഈ പറയുന്നതിന്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. അകത്താണോ പുറത്താണോ എന്ന് നിശ്ചയിക്കാൻ ഈ പറഞ്ഞ അളവുകൾ ആരുടെ കയ്യില? അങ്ങനെ എല്ലാ അർത്ഥത്തിലും പെർഫെക്റ്റായി ജീവിതം നയിക്കുന്ന എത്ര പേരുണ്ടാവും ഇവിടെ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ നിയന്ത്രണങ്ങളും നിയമങ്ങളും ഉണ്ട്. അപ്പൂ, ഞാനൊരു ഉദാഹരണം പറയട്ടെ. എനിക്കോ വിപിക്കോ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് കരുതുക. ആദ്യം നമ്മുടെ ഫാമിലിയും പിന്നെ അയൽപക്കവും അവരിലൂടെ നാട് മുഴുവനും ഇതറിയുന്നെന്ന് വിചാരിക്കുക. നീ എങ്ങനെയായിരിക്കും പിന്നെ നിന്റെ ഫ്രണ്ട്സിനെയും സൊസൈറ്റിയൊക്കെ ഫേസ് ചെയ്യുക? പഴയ അപൂർവ വിജയമായിട്ടല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്, അല്ലേ? ഞാനൊരു മോശക്കാരായ അച്ഛൻ്റെ അമ്മയുടെയും മകളാണ് എന്നുള്ളൊരു അപകർഷതാബോധം നിന്റെ ഉള്ളിൽ നീ പോലും അറിയാതെ വളരില്ലേ? പഴയതുപോലെ ആത്മവിശ്വാസത്തോടെ നിനക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. എന്താ അപ്പു, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അതുപോലൊരു വിഷയമാണ് ഇതെന്ന് എനിക്ക് തോന്നില്ല അമ്മേ. യെസ്, സമ്മതിക്കുന്നു. ടോപ്പിക്ക് 2 പക്ഷെ 2 സംഭവിക്കുന്നത് സിസ്റ്റത്തിന് പുറത്തു നിന്നുള്ള തെരഞ്ഞെടുപ്പാണ്. ഞാൻ പറഞ്ഞ കഥയിൽ സിസ്റ്റത്തിന് പുറത്തു നിന്നുള്ളൊരു പങ്കാളിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിന്റെ കാര്യത്തിൽ അത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ജെൻഡറാണെന്ന വ്യത്യാസമേ ഉള്ളൂ. 2 സൊസൈറ്റിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത തിരഞ്ഞെടുക്കൽ തന്നെയാണ്. അമ്മ പ്ലീസ്, നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. സൊസൈറ്റി മണ്ണാങ്കട്ട. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. അതൊരു രക്ഷപ്പെടലാണ് അപ്പോ. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കും ചോദ്യങ്ങൾക്കും നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് ഉത്തരമില്ലാഞ്ഞിട്ടുള്ള തട്ടിത്തെറിപ്പിക്കൽ, അതാ നിന്റെ ഈ ക്ഷോഭം. എങ്കിൽ ഉത്തരവുണ്ടെങ്കിൽ അമ്മ പറഞ്ഞതാ, ഞാൻ എന്ത് വേണം? അപ്പോ ഞാൻ പറയുന്നത് നീ ഒന്ന് സമാധാനത്തോടെ കേക്കോ? നിന്റെ ഈ തീരുമാനം കൊണ്ട് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതും ഭയപ്പെടുന്നതും അച്ഛനാണ്. വിപി ഒരു സെൽഫ് മെയ്ഡ് മാനാണ്. ഒരു ആവറേജ് ഫാമിലിയിൽ ജനിച്ച് സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം ജീവിത വിജയം കൈവരിച്ച ഒരാൾ. മറ്റുള്ളവർക്ക് തന്റെ ജീവിതം ഒരു ഉത്തമ മാതൃകയാവണമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാൾക്ക് മറ്റെന്തിനേക്കാളും വലുതായിരിക്കും അയാളുടെ സെൽഫ് റെസ്പെക്ട്. സമൂഹത്തിൽ
തനിക്കും തന്റെ കുടുംബത്തിനും ലഭിക്കുന്ന മാന്യതയും സ്വീകാര്യതയാവും ആ വ്യക്തി മറ്റെന്തിനെക്കാട്ടിലും വില കൽപ്പിക്കുന്നത്. അച്ഛനും അങ്ങനെ തന്നെയാണ്. മറ്റുള്ളവർക്ക് എല്ലാ അർത്ഥത്തിലും ഒരു റോൾ മോഡലാണ് താനെന്ന് VP വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഇതുവരെ ശരിയായിരുന്നു. പക്ഷെ നിന്റെ ഈ തീരുമാനം കൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ വ്യക്തിപ്രഭാവവും ഇല്ലാതായി പോകുമെന്ന് സ്വാഭാവികമായിട്ടും അച്ഛൻ ഭയപ്പെടുന്നു. ആ പേടി കൊണ്ടാണപ്പോ അച്ഛനിങ്ങനെ അബ്നോർമലായിട്ട് പെരുമാറുന്നത്. ഏത് നിമിഷവും അച്ഛൻ എന്ത് സംഭവിച്ചു പോയേക്കാം. ഇപ്പോഴത്തെ എന്റെ ഏറ്റവും വലിയ പേടി അതാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമുക്ക് പിന്നെ ആരും ഇല്ലാതായി പോപ്പോ. വല്ലാതെ ഒറ്റപ്പെട്ടു പോകും നമ്മള്. എല്ലാവർക്കും അവരവരുടെ നിലനിൽപ്പ് അത് തന്നെയാണ് ഏറ്റവും വലിയ വിഷയം, അല്ലേ അമ്മേ? നിലനിൽപ്പ് ഒരു വിഷയം തന്നെയാണ് അപ്പോ. ഇപ്പൊ തന്നെ മുരളിയുടെ അശ്വതിയുടെയും കാര്യമൊന്ന് എടുത്തു നോക്ക്. ഒരു വീട് പോലെ കഴിഞ്ഞവരായിരുന്നു. എന്നിട്ടും നിന്റെ ഈ പ്രശ്നത്തിന്റെ പേരിൽ എത്ര പെട്ടെന്നാണ് അവർ നമ്മളെ വെറുക്കാനും നമ്മളിൽ നിന്ന് അകന്നു മാറാനും ശ്രമിച്ചത്. അവർക്കതിന് കഴിയുമെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ എന്ത് വേണമെന്ന് അമ്മ ഇനിയും പറഞ്ഞില്ല. അച്ഛൻ്റെ ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടി എൻ്റെ ഈ തീരുമാനം മാറ്റണമെന്ന് മാത്രം അമ്മ പറയരുത്. അതൊഴിച്ച് ബാക്കി എന്തിനും ഞാൻ തയ്യാറാണ്. അപ്പോ നീ നിന്റെ തീരുമാനം മാറ്റണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ മോളെ, കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രം നിനക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? സോറി, അഡ്ജസ്റ്റ് ചെയ്യണം? അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനുണ്ട് നിന്റെ കൂടെ, നിന്റെ മനസ്സിനൊപ്പം. പക്ഷെ അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ അപ്പോ. VPയെ കൂടെ നിന്റെ മനസ്സെന്താണെന്ന് കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഈ റിയാലിറ്റിയെ മനസ്സുകൊണ്ടെങ്കിലും അംഗീകരിക്കാൻ VP തയ്യാറാവണം. അച്ഛനതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ. അമ്മ നേരത്തെ പറഞ്ഞതുപോലെ ഇമേജിന്റെ തടവിലാണ് അച്ഛൻ. അതിൽ നിന്ന് പുറത്തു വരാൻ അച്ഛന് കഴിയുമെന്ന് തോന്നുന്നില്ല. കഴിയണം. VPയെ ആ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. പക്ഷേ നീ എനിക്ക് അതിന് കുറച്ച് സമയം തരണം അപ്പോ. അതുവരെ നീ പഴയ അപ്പോയി തുടരുമെന്ന് അമ്മയ്ക്ക് ഉറപ്പ് തരണം. അത്രയൊരു ഉപകാരം എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ നിനക്ക്? പ്ലീസ് അപ്പു. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? അച്ഛനെ വിശ്വസിപ്പിക്കാൻ ഞാൻ പഴയതുപോലെ അത് ശരിയാവില്ലമ്മേ. അപ്പു, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ നിന്റെ പ്രൈവസിയില് നിന്റെ ഇഷ്ടം പോലെ ആയിക്കോളൂ. പക്ഷെ VPക്ക് മുന്നിലും മറ്റുള്ളവരുടെ മുന്നിലും കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രം നിനക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ അപ്പു? എല്ലാവരുടെയും നല്ലതിനു വേണ്ടി അമ്മയെ പറയുന്നത്. അച്ഛനെ എത്രയും പെട്ടെന്ന് പൂർണ്ണമായിട്ട് നിന്റെ മനസ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയം, അത് മാത്രമേ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നുള്ളൂ അപ്പോ. എത്ര നാൾ അമ്മയ്ക്ക് ഇക്കാര്യത്തിന് വേണ്ടി വരും? എനിക്കറിയാം, അങ്ങനെ കൃത്യമായ ഒരു തീയതിയും സമയമൊന്നും അമ്മയ്ക്ക് ഇതിൽ അഷ്വർ ചെയ്യാൻ പറ്റില്ല എന്ന്. ഏറിയാൽ 1 മാസം. അതിനുള്ളിൽ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം അമ്മ. അതുവരെ ഈ വേഷം കെട്ടൽ ഇഷ്ടമല്ലെങ്കിലും ഞാൻ തുടർന്നോളാം. പക്ഷെ അതിലപ്പുറം വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അത് ഓർമ്മ വേണം.